നമസ്കാരം ട്രേഡേഴ്സ്, എല്ലാ ദിവസവും രാവിലെ ആയക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. അങ്ങനെ നിഫ്റ്റി ഇന്നലെ അതിശക്തമായ രീതിയിലൊരു റിക്കവറി നടത്തി. PM മോഡി തന്നെയായിരിക്കും അടുത്ത ഒരു പ്രധാനമന്ത്രി എന്നുള്ള കാര്യത്തിൽ തീരുമാനമായി. BJP തന്നെ അടുത്ത ഗവൺമെൻറ് രൂപീകരിക്കും. ഇത്തരം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാർക്കറ്റിൽ ഇന്നലെ റിഫ്ലക്റ്റ് ചെയ്തു. നിഫ്റ്റി ഇനി ഓൾ ടൈം ഹൈയിലേക്ക് എത്താനായിട്ട് 700 പോയിന്റ് മാത്രമാണ് ബാക്കിയുള്ളൂ. എക്സിറ്റ് പോൾ ബലം വന്ന സമയത്ത് റാലി ചെയ്യാതിരുന്ന FMCG ആണ് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് റാലി രേഖപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഹിന്ദുസ്ഥാൻ യൂണിലിവർ പോലെയുള്ള കമ്പനീസ് 13% റാലി രേഖപ്പെടുത്തിയ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. എന്നാൽ ഓവർ വാല്യൂഡ് ആയിട്ടുള്ള കുറച്ച് കൊച്ചിൻ ഷിപ്പ്യാർഡ് പോലെയുള്ള ചേൽ പോലെയുള്ള മസഗോൺ ഡോക്ക് ഷിപ്പിൽ ഡേയ്സ് പോലെയുള്ള കമ്പനീസ് ഇന്നലെ തിരിച്ചു കയറാതെ നിൽക്കുന്നുണ്ട്. എന്നാൽ ആ കമ്പനിയും വളരെ പതിയെ മുന്നോട്ട് കയറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. FIS ഇന്നലെയും സ്റ്റിൽ ഇന്ത്യൻ മാർക്കറ്റിൽ അവർ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. 5600 കോടിക്ക് മുകളിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ല് നടത്തിയിട്ടുണ്ട്. ഇതിന് സമാനമായ രീതിയിൽ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ബൈ നടത്തിയിട്ടുണ്ട് എങ്കിൽ കൂടിയും FIS സെല്ലേഴ്സ് ആണ്, അല്ലെങ്കിൽ അവർ സ്റ്റിൽ സെല്ലിംഗ് മോഡിലാണ് ഉള്ളത് എന്നുള്ളത് നമ്മൾ എപ്പോഴും മനസ്സിലേക്ക് വെക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ മനസ്സിലേക്ക് വെക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം ഇന്നലെ കോൺഗ്രസിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഇന്ത്യ മുന്നണിയുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഈ ഒരു മീറ്റിങ്ങിൽ ഇവർ നിലവിൽ ഗവൺമെൻറ് രൂപീകരണം സംബന്ധിച്ചിട്ടുള്ള അത്തരത്തിലുള്ള ചർച്ചകളൊന്നുമിലേക്ക് പോകുന്നില്ല. പ്രതിപക്ഷത്ത് ഇരിക്കാനാണ് തീരുമാനം. കാരണം ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് 99 സീറ്റാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളത്. 37 സീറ്റ് സമാജ്വാദ് പാർട്ടിക്കും 29 സീറ്റ് തൃണമൂൽ കോൺഗ്രസിനുമാണ് ഉള്ളത്. അപ്പോൾ അവർ ഗവൺമെൻറ് രൂപീകരണം നടത്താനായിട്ട് ഈ TDP GDU പോലെയുള്ള സഖ്യകക്ഷികളായിട്ട് കൂട്ടുപിടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത്തരത്തിൽ ഒരു കൂട്ടുപിടിക്കൽ നടത്തുമ്പോൾ അത് വലിയ നിലവിലുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നിലവിലുള്ള ആ ഒരു സ്ട്രക്ചറിനെ തന്നെ വലിയ രീതിയിൽ ബാധിക്കും. എന്നാൽ അങ്ങനെയുള്ളൊരു സാധ്യത അവർ തള്ളിക്കളയുന്നുമില്ല. അങ്ങനെയൊരു അവസരം കിട്ടുകയാണെങ്കിൽ അങ്ങനെയുള്ളൊരു സാധ്യതകൾക്ക് അവർ പോയേക്കാം. നിലവിലെ സാഹചര്യത്തിൽ അവർ പ്രതിപക്ഷമായിട്ട് തുടരാനാണ് സാധ്യത. വയനാട്ടിൽ വീണ്ടും പ്രിയങ്ക മത്സരിക്കും. ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പ്രിയങ്ക ഗാന്ധിയും കൂടി കടന്നു വരും. അപ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങളാണ് അസഫ്നോ ഈ ഒരു ഇന്ത്യ മുന്നണി അവർ ചെയ്യുന്നത്. ഞാൻ പറയാൻ കാരണം, ഇനിയുള്ള നാളുകളിലേക്ക് നിങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് രാഷ്ട്രീയം ഇഷ്ടമായിരിക്കാം, ഇഷ്ടമല്ലാതിരിക്കാം. നമ്മളുടെ പല ആളുകളുടെയും ഇഷ്ട വിഷയം അല്ല രാഷ്ട്രീയം. പക്ഷേ നമുക്കിനി മുന്നോട്ട് ട്രേഡ് ചെയ്യണമെങ്കിൽ, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണമെങ്കിൽ ഇത്തരത്തിലുള്ള ദേശീയ രാഷ്ട്രീയത്തിലുണ്ടാകുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് മാർക്കറ്റിനെ കൃത്യമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. കാരണം ഈ നമ്മളുടെ കൗണ്ടിങ് ഡേയുടെ അന്ന് ഇനീഷ്യലി മാർക്കറ്റ് ശക്തമായിട്ടുള്ള ക്രാഷ് നടന്ന സമയത്ത് PM മോഡിയുടെ വോട്ട് നില പിന്നിലായിരുന്നു. അതുകൊണ്ടാണ് മാർക്കറ്റ് ക്രാഷ് ആയത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വോട്ട് നില മുകളിലേക്ക് കയറിയപ്പോൾ മാർക്കറ്റ് അറ്റ്ലീസ്റ്റ് റിക്കവറി അവസാന സമയത്ത് കണ്ടു. അതുപോലെ തന്നെ ഇനി മുന്നോട്ടുള്ള രാഷ്ട്രീയ ചർച്ചകളും മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ മാർക്കറ്റിനെ അതാ സമയത്ത് തന്നെ അത് റിഫ്ലക്റ്റ് ചെയ്യും. അത് മനസ്സിലേക്ക് എപ്പോഴും വെക്കുക. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ 71,000 ആയി, ഗോൾഡ് 2354, ബ്രന്റ് ഓയിൽ 78, ഓസ്ട്രേലിയ, ചൈന, കൊറിയ, ജപ്പാൻ മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവാണ്. ഇന്ത്യ വിക്സ് ഇന്നലെ 18.8 എത്തി നിൽക്കുന്നുണ്ട്. ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ പോസിറ്റീവാണ്. US മാർക്കറ്റ് രണ്ടും ഡോയും നാസ്ഡാക്കും പോസിറ്റീവിൽ അടിച്ചു. ഏറ്റവും താഴെ കാണാം നിങ്ങൾക്ക്. കൂടാതെ തന്നെ US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഏറ്റവും ടോപ്പിൽ ഇൻഫോസിസ്, വിപ്രോ, ICC, HDFC എല്ലാം തന്നെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഇത് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ്. 22,620 സ്പോട്ടുള്ളത്. 23,000 മേജർ റെസിസ്റ്റൻസ് സോണായിട്ട് ഏറ്റവും വലിയ ലെങ്ത്തുള്ള ബാർ കാണാം. 23,000 മറികടക്കില്ല എന്ന് കോൾ റൈറ്റേഴ്സ് കരുതുന്നു. സ്റ്റിൽ 0.61 ആണ് ഏറ്റവും ടോപ്പ് PCR കാണുന്നത്. അപ്പോൾ അതായത് നിലവിലുള്ള സാഹചര്യത്തിൽ FIS ഒക്കെ ഷോർട്ട് പൊസിഷനൊക്കെ കീപ്പ് ചെയ്യുന്നുണ്ട്. അവർ സ്റ്റിൽ ക്യാഷ് മാർക്കറ്റിൽ സെല്ലേഴ്സാണ്. PCR 0.62 ആണ്. അപ്പോൾ ആ ഒരു ഭീതിയിൽ നിന്ന് ട്രേഡേഴ്സ് വിട്ട് മാറിയിട്ടില്ല. അത് മാത്രമല്ല വോളിയം വളരെയധികം കുറവുമാണ്. അതായത് പ്രൊഫഷണൽ ട്രേഡേഴ്സ് എല്ലാം തന്നെ, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് എല്ലാം തന്നെ ഈ ഒരു സമയത്ത് മാറി നിൽക്കുന്നുണ്ട്. കാരണം അവർ വലിയ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ സമയത്ത് ഇത്ര വലിയ ഒരു സ്പൈക്ക് ഉണ്ടാകുമ്പോൾ അവരുടെ പൊസിഷൻസ് എല്ലാം തന്നെ വലിയ ഒരു പാനിക് സിനാരിയിലേക്ക് പോയേക്കാം. അതുകൊണ്ട് തന്നെ അവർ മാർക്കറ്റിൽ നിന്നിപ്പോൾ വിട്ടു നിൽക്കുന്നുണ്ട്. റീറ്റെയിലേഴ്സൊക്കെയാണ് ഇപ്പോൾ കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വോളിയം
വളരെയധികം കുറവാണ്. അതുകൊണ്ടാണ് ഇത്രയധികം സ്പൈക്കും നമ്മൾ കാണുന്നത്. അപ്പോൾ ഇന്ത്യ വിക്സ് നില 18.8 എന്നുള്ളതാണ് ആശ്വാസം നൽകുന്ന ഒരു കാര്യം. 31 പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ 2019 ഇന്ത്യ വിക്സ് 30 പോയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ 2024 30 പോകും അല്ലെങ്കിൽ വരുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തു. അതുപോലെ തന്നെ ഇന്ത്യ വിക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോഴുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്ക് നമ്മുടെ ചാനൽ എത്തിച്ചു കൊടുക്കുക. എല്ലാ ദിവസവും നമ്മൾ ന്യൂസ് ചെയ്യുന്നുണ്ട്, എല്ലാ ആളുകൾക്കും ഉപകാരപ്പെടും. BHEL കമ്പനി അവർക്ക് 35,000 കോടി രൂപയുടെ ഓർഡർ അദാനി പവറിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ചു. IEXൻ്റെ വോളിയം 28% ഉയർച്ച കണ്ടു. സെഞ്ചുറി ടെക്സ്റ്റൈൽസ് ആദിത്യ ബിർള ഗ്രൂപ്പായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് അവർ സൈൻ ചെയ്തിട്ടുണ്ട്. ടോറൻറ്റ് ഫാർമ ഇവർക്ക് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് ടെക്കാഡ ഫാർമയായിട്ട് അവർ ടൈപ്പ് ചെയ്തു. യൂനോ മിൻഡ കമ്പനി ഇവർ ഇനോവാക്ക് ഓട്ടോമൊബൈലായിട്ട് ഇവർ പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് ഇവരുടെ 2 വീലേഴ്സ് എല്ലാം തന്നെ ബിസിനസ് ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കമ്പനി ചെയ്യാൻ തീരുമാനിച്ചു. NBCC കമ്പനിക്ക് 491 കോടി രൂപയുടെ ഓർഡർ കിട്ടി. KPI ഗ്രീൻ കമ്പനിക്ക് 26 മെഗാവാട്ട് സോളാർ പ്രൊജക്റ്റ് ഇവർക്ക് കിട്ടി. കോൺകോഡ് ബയോടെക് കമ്പനി ഇവർക്ക് യൂറോപ്യൻ GMP യൂറോപ്പിലെ ഡ്രഗ് കൺട്രോൾ അതോറിറ്റി ഇവരുടെ ഗുജറാത്തിലുള്ള പ്ലാന്റിന് ഒരു ഇൻസ്പെക്ഷൻ നടത്തി. ഇൻസ്പെക്ഷൻ സക്സസ്ഫുൾ റിപ്പോർട്ട് കൊടുത്തു. ഫോഴ്സ് മോട്ടോഴ്സ് സെയിൽസ് 13% ഉയർച്ച കണ്ടു. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് കമ്പനിയുടെ പുതിയ LVM3 പ്രോഗ്രാം സപ്പോർട്ട് പ്രോഗ്രാം ISRO ചെയർമാൻ ഉദ്ഘാടനം നടത്തി എന്നുള്ള ന്യൂസ്. സോഡിയാക് ക്ലോത്തിങ് കമ്പനി ഇവർ വേറൊരു ക്ലോത്തിങ് കമ്പനിയുടെ 100% സ്റ്റേക്ക് അക്യൂർ ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ന്യൂസ്. മറ്റുള്ള ഇന്നത്തെ ബ്രേക്കൗട്ട് സ്റ്റോക്കുകൾ, ഇന്നത്തെ FNO ബാൻ, ഇന്നത്തെ FASN ഇൻഡെക്സ് ഫ്യൂച്ചർ തുടങ്ങിയ മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മളുടെ ട്രേഡ് ബഡി എന്ന് പറയുന്ന ടാബിലുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ആ ഡിസ്ക്രിപ്ഷനിൽ പോകുകയാണെങ്കിൽ ആ ട്രേഡ് ബഡിയുടെ ലിങ്ക് ഉണ്ടാവും. നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മൊബൈലിൽ ബുക്ക് മാർക്കായിട്ടൊക്കെ വെക്കാം. എല്ലാ ഇൻഫർമേഷൻസും അതിൽ നമ്മൾ അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഓപ്ഷനൊക്കെ നമ്മൾ ഭൂരിഭാഗം ആളുകൾ ഓപ്ഷൻ ചെയ്യുന്ന ആളുകളാണ്. നമ്മുടെ സ്റ്റോക്കുകളെല്ലാം തന്നെ നമ്മൾ ബ്രോക്കറിനെ പണയപ്പെടുത്തി കൊളാട്രൽ മാർജിൻ കൊണ്ട് ഓപ്ഷൻ ബൈ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഇന്ത്യയിലെ ലീഡിംഗ് ഡിസ്കൗണ്ട് ബ്രോക്കറായിട്ടുള്ള അപ്സ്റ്റോക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടാറ്റ ഗ്രൂപ്പാണ് അപ്സ്റ്റോക്കിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അപ്സ്റ്റോക്കിൻ്റെ എല്ലാം തന്നെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്ന ലിങ്കും ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്യാം. അപ്പോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്ന ആളുകൾക്കൊക്കെ കയ്യിൽ നിന്ന് കാശ് മുടക്കാതെ സ്റ്റോക്കുകളെല്ലാം തന്നെ പണയപ്പെടുത്തി കിട്ടുന്ന ഒരു മാർജിൻ കൊണ്ട് ചെയ്യുന്ന ആ ഒരു ഫെസിലിറ്റി വളരെ നല്ലൊരു ഫെസിലിറ്റി ആയിട്ട് ഓപ്ഷൻ ബയേഴ്സിന് ഉപയോഗിക്കാൻ സാധിക്കും. ഫസ്റ്റ് കമൻറ്റിൽ അപ്സ്റ്റോക്കിൻ്റെ ലിങ്ക് ഉണ്ട്. അക്കൗണ്ട് ഓപ്പണിംഗ് ഇപ്പോൾ ഫ്രീ ആണ്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.